ഹലോ ഓൾ, വെൽക്കം ടു ലാം PSC. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ 2026 ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാം പഠിച്ച് തയ്യാറാണ്. ഇനി അല്ലെങ്കിലും ഇതുവരെയും പഠിച്ചതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളൊരു റിസൾട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ ആ പരീക്ഷാ ഹോളിൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുന്നതെന്നുള്ളതാണ്. സോ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ 3 സംഭവങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഹാളിലേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും കയ്യിൽ വെക്കേണ്ടത്. അങ്ങനെയും പറയാം. ഏതൊക്കെയാണ്? അതെ, ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് നമ്മുടെ ഹാൾ ടിക്കറ്റ് അല്ലേ. ഹാൾ ടിക്കറ്റ്, അഡ്മിഷൻ ടിക്കറ്റ് നമ്മുടെ PSCയുടെ തുളസിയുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ അതിൻ്റെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, ഹാർഡ് കോപ്പി, പ്രിന്റഡ് കോപ്പി എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ വേണം. അത് 2 കയ്യിൽ വെച്ചോളൂ. ഇൻ കേസ് ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു 2 കോപ്പി ഓഫ് ഹാൾ ടിക്കറ്റ് കയ്യിൽ വെക്കുന്ന എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു ഒറിജിനൽ ഗവൺമെൻറ് ID അത് നിങ്ങൾ കയ്യിൽ വെക്കണം. അതിൻ്റെ കോപ്പിയും ഡ്യൂപ്ലിക്കേറ്റ്സും ഒന്നല്ല, ഒറിജിനൽ ID കാർഡ് നിങ്ങൾ കയ്യിൽ വെക്കണം. പിന്നെ എന്താണ്, പേന അല്ലേ, നമുക്ക് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേന, ഏതർ ബ്ലൂ ഓർ ബ്ലാക്ക്, നീലയോ കറുപ്പോ, ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ ആയിരിക്കണം, ജെൽ പേന പറ്റത്തില്ല. ശ്രദ്ധിക്കണേ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഏകദേശം ഒരു 30 മിനിറ്റ് മുന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിനേഷൻ ഹാളിൽ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം PSC വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു ടൈം കഴിഞ്ഞിട്ട് എത്തുന്നവർ എന്ത് ചെയ്യില്ല, കയറ്റത്തില്ല. അപ്പം നിങ്ങൾ നമ്മളൊരു ഹോട്ടലും അത്രയും പഠിച്ച് തയ്യാറെടുത്ത ആൾക്കാരാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത്രയും എറേഴ്സ് കാരണം ഒന്നും ചെയ്യുന്നത് നമ്മളൊരു അവസരം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ പാടില്ല. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചെന്നിട്ട് അവിടെ സ്കൂളിൽ എന്തുണ്ടാവും, നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ ഉള്ളൊരു നോട്ടീസ് ബോർഡ് ഉണ്ടാവും. നിങ്ങളുടെ എവിടെയാണെന്ന് വെച്ചാൽ ഹാളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടുന്ന് നിങ്ങളുടെ ഹാളിൽ നിന്ന് ഇൻവിജിലേറ്റേഴ്സ് തരുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കാം. ഹാൾ ടിക്കറ്റ്, ID കാർഡ്, നിങ്ങളുടെ പേന, അത് 1-2 പേന കയ്യിൽ വെക്കുക. 1-2 എന്നല്ല, 2 പേന നിർബന്ധമായിട്ടും കയ്യിൽ വെക്കുക. പുതിയ പേനയൊന്നും ആവാതെ, നിങ്ങൾക്ക് എഴുതി പരിചയമല്ല, ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ എപ്പോഴും പുതിയ പേനയിലും നല്ല നിങ്ങളൊരു കുറച്ചെങ്കിലും എഴുതി സ്മൂത്ത് ആയിട്ടുള്ളൊരു പേന എന്ത് ചെയ്യുക, ആയിരിക്കണം നിങ്ങളെ കയ്യിൽ ഉണ്ടാവേണ്ട. പിന്നെ ID കാർഡ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ആധാർ പറ്റും, ലൈസൻസ് പറ്റും, പാൻ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ID കാർഡ്, വോട്ടർ ID ഒക്കെ പോലത്തെ ID കാർഡ്, ഒറിജിനൽ ID കാർഡ് ആയിരിക്കണം എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക. പിന്നെ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൊബൈൽ ഫോണ് അല്ലെങ്കിൽ മറ്റു ഡിവൈസ്, സ്മാർട്ട് വാച്ച്, ബാഗ്, ഒരു വാച്ചും എന്ത് ചെയ്യില്ല നിങ്ങൾ അകത്തേക്ക് കയറ്റില്ല. സോ നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ക്ലോക്ക് റൂം ഉണ്ടാവും, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സേഫായിട്ട് വെക്കുക. ഓക്കെ. മിക്ക പരീക്ഷയ്ക്കും ഈയിടെയായിട്ട് ഈവൻ വെള്ളം, വാട്ടർ ബോട്ടിൽ പോലും അലൗഡ് അല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്നും ഉള്ളിലേക്ക് കയറ്റേണ്ട, അവർ പറയുന്നതിനനുസരിച്ച് നിർദ്ദേശങ്ങൾ പാലിക്കാം. ഓക്കെ. പിന്നെ ഹോൾഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, 1:30 മുതൽ 3:15 വരെയാണ് നമ്മുടെ PSC എക്സാമിൻ്റെ ടൈം. പരീക്ഷ എത്ര മണിക്കൂറാണ്, നമുക്ക് ആ എക്സാം ഉള്ളത് 75 മിനിറ്റാണ്. സോ ആദ്യത്തെ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ID കാർഡിൻ്റെ ഒക്കെ വെരിഫിക്കേഷനും നിങ്ങൾ എക്സാം സൈൻ ചെയ്യേണ്ട, നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ഇൻവിജിലേറ്റേഴ്സ് പറയുന്ന അനുസരിച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് സൈൻ ചെയ്യേണ്ടി വരും, നിങ്ങളുടെ ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളവരെടുത്ത് സൈൻ ചെയ്യേണ്ടി വരും. ആ സമയത്ത് അവർ നിങ്ങളോട് പറയും, മുഖത്തേക്ക് ആവാത്ത രീതിയിൽ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. അപ്പോൾ കൂടുതലൊന്നും ടെൻഷൻ അടിക്കാനായില്ല. ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങളുടെ മുഖത്ത് എന്ത് ചെയ്യരുത്, സൈൻ വരരുത് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്നാൽ എന്ത് ചെയ്യണം, ഫോട്ടോയിൽ സൈൻ വേണം, ഫോട്ടോയിലേക്ക് കയറ്റി സൈൻ ചെയ്യണം എന്ന് പറയും. എന്നാൽ ഫേസിലേക്ക് എന്ത് ചെയ്യരുത്, സൈന് പോകരുത്. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈൻ ചെയ്യുക. പിന്നെന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ബാഗും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവിടെ തന്നിട്ടുള്ള ക്ലോക്ക് റൂം ഉണ്ടാവും, അവിടെയാണ് നിങ്ങൾ വെക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യില്ല, നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക, എക്സാമിനേഷൻ കോമ്പൗണ്ടിലേക്ക് ആരെയും അലോ ചെയ്യുന്നതല്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ത്, ഒന്നും കൂടെ പറയാണ്, നിങ്ങൾ ഒരിക്കലും ഈ കാര്യങ്ങൾ മറക്കരുത്. ഹോൾ ടിക്കറ്റ് കയ്യിൽ വെക്കണം, ഒരു 2 കോപ്പി എന്തായാലും കയ്യിലെടുത്ത് വെക്കുക. പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബ്ലൂ, അതായത് ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ ഫോട്ടോയും ഫോട്ടോൻ്റെ താഴെ പേരും ഡേറ്റും ഒക്കെ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം. ആ ഹോൾ ടിക്കറ്റ് നിങ്ങൾ കയ്യിലെടുക്കുക, ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ എടുക്കുക, ഒരു ഗവൺമെൻറ് ID എടുക്കുക. ഇത്രയേ വേണ്ടുള്ളൂ. കൂളായിട്ട് എന്ത് ചെയ്യുക, പോയിട്ട് പരീക്ഷ എഴുതാം. പിന്നെ നിങ്ങൾക്ക് OMR തന്നതിന് ശേഷം, നിങ്ങളുടെ ID വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം OMR തരും. OMR തരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം,
OMR തന്നിട്ട് പിന്നെ ചോദ്യപേപ്പറും തരും. അതിൽ രണ്ടിലെയും കോഡ് സെയിം അല്ലേന്ന് എന്തായാലും ഉറപ്പാക്കണം. അതായത് ഈ ആൽഫ കോഡ് ഉണ്ടാവും അല്ലേ, ഇതിലൊക്കെ ABCD ചോദ്യപേപ്പറിൻ്റെ OMRൻ്റെ കോഡ് സെയിം അല്ലേ എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. OMR എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയും കൂടെ കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിനായിട്ട് പോവുക. സോ സ്ട്രെസ്ഡ് ആവാതെ വളരെ കൂളായിട്ട് കാമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, എക്സാമിനെ ഫേസ് ചെയ്യുക. നിങ്ങൾ പഠിക്കാനുള്ള മാക്സിമം പഠിച്ചിട്ടുണ്ട്. വാട്ടെവർ നിങ്ങൾ പഠിച്ചത് അതിൽ വെച്ചിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ഹോപ്പായിട്ട് വരട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ്, ഇനി നിങ്ങൾ ആ എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് അനാവശ്യ കാര്യങ്ങൾ അടിച്ച് പാനിക്കായിട്ട് ഒരുപാട് ഉത്തരങ്ങൾ തെറ്റിക്കുകയും അറിയുന്ന ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാതെ ഒന്നും ഇരിക്കരുത്. കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, എക്സാമിനെ ഫേസ് ചെയ്യുക. സോ വിഷ് യു ഗൈസ് ഓൾ ദ വെരി ബെസ്റ്റ്.